Hello friends, welcome to Tech PSC. Assistant Engineer Mechanical in Department of Irrigation and Department of Ports. അതുപോലെ ഇൻസ്പെക്ടർ ഇൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പരീക്ഷകൾക്കായുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഈസി ആക്കാനാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് ഈ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 541/2025 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേ പരിശോധിക്കുകയാണെങ്കിൽ 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴിയാണ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ഓക്കെ, 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റിൽ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻസിപ്പേറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു എക്സാമിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതായിരുന്നു. സോ എക്സാം സ്ലോട്ട് ശ്രദ്ധിക്കുക, ജൂലൈ ടു സെപ്റ്റംബർ ആണ് PSC കലണ്ടർ പ്രകാരം എക്സാം സ്ലോട്ട് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഈ എക്സാം സ്ലോട്ടിന്റെ പ്രത്യേകത അല്ലെങ്കിൽ PSCയുടെ കുറച്ചു നാളായിട്ടുള്ള PSCയുടെ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഈ എക്സാം സ്ലോട്ട് തന്നിരിക്കുന്ന ആ മാസങ്ങളിൽ ആദ്യ തീയതികളിൽ തന്നെ പരീക്ഷ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ സിലബസ് കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോ പഠിച്ചു തീർക്കണം എന്ന് പറഞ്ഞാൽ ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ തന്നെ പരീക്ഷ ഉണ്ടാകും എന്നുള്ളൊരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് പഠിച്ചു പോവേണ്ടതാണ്. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അടുത്തത് കേരള പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു ഹൈഡ്രോളിക് സർവേ വിങ്ങിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് അടുത്തത്. കാറ്റഗറി നമ്പർ 539/2025 കേരള പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് തന്നെയാണ് നിയമനം നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേയും സെയിം തന്നെയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റിൽ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നത്. അപ്പോൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസി ഒരു വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരുന്നാലും മതി. പക്ഷെ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ്, ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സീ ഗോയിങ് ആൻഡ് ഇൻലാൻഡ് വെസൽസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, എക്സാം സ്ലോട്ട് സെയിം തന്നെയാണ്. 3 പരീക്ഷകൾക്കും ഒരു കോമൺ എക്സാം ആണ് നടക്കാനിരിക്കുന്നത്. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത മൂന്നാമത്തെ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 697/2025 ആയിരുന്നു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ഓക്കെ, സ്കെയിൽ ഓഫ് പേ സെയിം തന്നെയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ അതും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 23 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രൈമറി ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് 2 ഇയർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ മാനുഫാക്ചർ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബോയിലേഴ്സ് ഇൻ പബ്ലിക് എന്റർപ്രൈസ് ഓർ ഫാക്ടറി ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ എനി സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതൊരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ എക്സാമുകളെ പറ്റി പറയാനുള്ളത്. അപ്പൊ കാറ്റഗറി നമ്പർ 697/2025 ആണ്. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ എല്ലാത്തിലും നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന പ്രധാന ക്വാളിഫിക്കേഷൻ അത് സെയിം തന്നെയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പരീക്ഷകളുടെ സിലബസ് പ്രധാനമായിട്ട് സിലബസിന്റെ ഒരു ഓവർവ്യൂ പരിശോധിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് 8 ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, 8 ഭാഗങ്ങളിൽ നിന്ന്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ് മെക്കാനിക്സ് ആണ്. സോളിഡ് മെക്കാനിക്സിൽ നിന്ന് 12 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, സോളിഡ് മെക്കാനിക്സിൽ നിന്ന് 12 മാർക്കിന്റെ ചോദ്യം. അടുത്തത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നിന്നും 12 മാർക്കിന് തന്നെയാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നും 12 മാർക്കിന്റെ ചോദ്യം. മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്, എഗെയിൻ 12 മാർക്കിന്റെ ചോദ്യം. തെർമൽ എഞ്ചിനീയറിംഗ് 14 മാർക്കിന്റെ ചോദ്യം. തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 14 മാർക്കിന്റെ ചോദ്യം. പ്രൊഡക്ഷൻ ടെക്നോളജി 12 മാർക്കിന്റെ ചോദ്യം. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് 12 മാർക്കിനുള്ള ചോദ്യം. ഓക്കെ, അങ്ങനെ ആകെ 100 മാർക്കിന്റെ ഒരു പരീക്ഷ, ഒരു OMR എക്സാം ആണ് ഈ പോസ്റ്റുകളിലേക്ക്, ഈ റിക്രൂട്ട്മെന്റുകളിലേക്ക് നടക്കാനിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പരീക്ഷ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജൂലൈയിലാണ് ഈ ഒരു പരീക്ഷ നടക്കാനിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ജൂലൈ ടു സെപ്റ്റംബർ ആണ് ആ ഒരു എക്സാം ഷെഡ്യൂൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ജൂലൈയിൽ ഈ പരീക്ഷ വരും എന്ന രീതിയിൽ തന്നെ നമ്മൾ സിലബസ് കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സമയബന്ധിതമായിട്ട് അത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂള് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ആ ഒരു മൊഡ്യൂൾ നമ്മൾ 7 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഓരോ ടോപ്പിക് വൈസ് ഡിവിഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ എന്നീ ടോപ്പിക്സ് ആദ്യ ദിവസം നമ്മൾ പഠിക്കുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്, മോസ് സർക്കിൾ എന്നീ ടോപ്പിക്സ് ആണ് രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ദിവസം ടോർഷൻ ഓഫ് എന്ന ടോപ്പിക് പഠിക്കുന്നു. നാലാമത്തെ ദിവസം shear force and bending moment of diagrams, bending moment diagrams, bending and shear stresses, normal and shear stresses in beams, shear stress formula for beams എന്നീ ടോപ്പിക്സ് ആണ് നാലാം ദിവസം പഠിക്കാനായിട്ട് പോകുന്നത്. അഞ്ചാമത്തെ ദിവസം റിഫ്ലക്ഷൻ ഓഫ് ബീംസ്, സ്ട്രെയിൻ എനർജി മെത്തേഡ്സ് എന്നീ ടോപ്പിക്. ആറാമത്തെ ദിവസം തിയറി ഓഫ് കോളംസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 6 ദിവസം കൊണ്ട് നമ്മൾ ടോപ്പിക് കവർ ചെയ്യുന്നു. അപ്പൊ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിക് കവർ ചെയ്തത് കൊണ്ടായില്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, കൃത്യമായിട്ടുള്ള റിവിഷൻ, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ വേണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് സിലബസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യുക, സയന്റിഫിക് ആയിട്ടുള്ള റിവിഷൻ ചെയ്യുക, കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളും അതുപോലെ ടോപ്പിക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇതാണ് നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട 3 വഴികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കായിട്ട് ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് 7ാമത്തെ ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും റിവിഷനും ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ ആദ്യത്തെ 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നു. അപ്പം റിവിഷൻ ഏറ്റവും ലാസ്റ്റത്തെ ദിവസം എന്ന് പറയുന്നെങ്കിലും ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ റിവൈസ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മറന്നു പോകാതെ മെമ്മറൈസ് ചെയ്യാനായിട്ട് മനസ്സിലാവും. അപ്പോൾ അവസാനത്തേക്ക് റിവിഷൻ വെക്കാതെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അപ്പൊ റിവിഷൻ ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിൽ റിവിഷൻ ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ പ്രിപ്പറേഷന്റെ സമയത്ത് തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പോയാൽ അത് വളരെ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഷോർട്ട് നോട്ട് മേക്കിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കി മൈൻഡ് മാപ്പ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള റിവിഷൻ, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ആ ഒരു മൊഡ്യൂളിന്റെ ടോപ്പിക് ടെസ്റ്റും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് ടോട്ടൽ 8 ഡേയ്സിലാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തെർമോഡൈനാമിക്സിൽ ആദ്യത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് തെർമോഡൈനാമിക് സിസ്റ്റം ആൻഡ് പ്രോസസസ്, പ്രോപ്പർട്ടീസ് ഓഫ് പ്യൂർ സബ്സ്റ്റൻസസ്, ബിഹേവിയർ ഓഫ് ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസസ്, ഹീറ്റ് ആൻഡ് വർക്ക്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ടെമ്പറേച്ചർ സ്കെയിൽസ് എന്നീ ടോപ്പിക് ആദ്യത്തെ ഒരു ദിവസത്തെ ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ദിവസം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുന്നു. അടുത്ത ദിവസം അടുത്ത 2 ദിവസങ്ങളിലായിട്ട്, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, എൻട്രോപ്പി ചേഞ്ചസ് ഇൻ വേരിയസ് തെർമോഡൈനാമിക് പ്രോസസസ്,
പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എന്നീ ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് 2 ദിവസം കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിനുശേഷം അവൈലബിൾ ആൻഡ് അൺഅവൈലബിൾ എനർജി, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് റിലേഷൻസ് എന്നീ ടോപ്പിക് അടുത്ത ഒരു ദിവസം കവർ ചെയ്യുന്നു. അപ്പൊ 4 ദിവസങ്ങളായി. ഇനി അടുത്ത ദിവസം ഗ്യാസ് മിക്സ്ചേഴ്സ്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്നീ ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. അത്തരത്തിൽ 6 ദിവസം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ പൂർണ്ണമായും സിലബസ് കവർ ചെയ്യുന്നു. 7ാമത്തെയും 8ാമത്തെയും ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ റിവിഷന് യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡ് മോഡ്യൂൾ മാത്രം റിവൈസ് ചെയ്താൽ പോരാ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കണം, അതും നമ്മൾ റിവൈസ് ചെയ്യണം. ഓക്കെ, ഇതും റിവൈസ് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത 2 ദിവസങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത്തരത്തിലാകെ 8 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു ഭാഗം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അടുത്ത മൊഡ്യൂൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ആണ്. 9 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ 1.5 ഡേ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന് ശേഷം അടുത്ത 1.5 ദിവസം നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സും, അടുത്ത 1.5 ദിവസം നമുക്ക് ഫ്ലൂയിഡ് കൈനറ്റിക്സും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിനുശേഷം ഇമ്പാക്ട് ഓഫ് ഫ്രീ ജെറ്റ്സ്, അടുത്ത 1.5 ദിവസം ഹൈഡ്രോളിക് മെഷീൻസ് എന്നീ ടോപ്പിക് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനറ്റിക്സ്, ഇമ്പാക്ട് ഓഫ് ഫ്രീ ജെറ്റ്സ്, ഹൈഡ്രോളിക് മെഷീൻസ് എന്നിവയാണ് നമുക്ക് അതിൽ കവർ ചെയ്യാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അടുത്ത 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യേണ്ടത് റിവിഷനും അതുപോലെ ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുമാണ്. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ കവർ ചെയ്തു, സെക്കൻഡ് മോഡ്യൂൾ കവർ ചെയ്തു, തേർഡ് മോഡ്യൂളും കവർ ചെയ്തു. അപ്പൊ പ്രോപ്പർ ആയിട്ട് റിവിഷനിൽ ഇത് 3ഉം ഉൾക്കൊള്ളിച്ചിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ റിവിഷനായിട്ട് ഇപ്പൊ ആദ്യത്തെ മോഡ്യൂൾ നമ്മൾ ഓൾറെഡി 2 റിവിഷൻ കഴിഞ്ഞതാണ്. അപ്പൊ 3ാമത്തെ ഈ റിവിഷന്റെ ലാപ്പിൽ ആദ്യത്തെ മോഡ്യൂളിന് അധികം സമയം എടുക്കില്ല, വളരെ കുറച്ച് സമയത്തിൽ നമുക്കത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഓരോ സക്സസീവ് റിവിഷനിലും നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഈ 2 ദിവസം മതിയോ എന്നുള്ള കാര്യം അത് ചിന്തിക്കേണ്ട, നമുക്ക് ഓരോന്നിലും സമയം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ആകെ 9 ദിവസം കൊണ്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത 9 ദിവസങ്ങൾ കൊണ്ട് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ആണ്. അപ്പൊ അവിടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മെറ്റാലിക് ബോണ്ട്സ് ആൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നിവ ആദ്യത്തെ 1.5 ദിവസം. അടുത്ത ഒരു ദിവസത്തിൽ ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് മെറ്റൽസ് ആണ്. അടുത്ത 1.5 ദിവസത്തിൽ നമ്മൾ ഡിഫ്യൂഷൻ മെക്കാനിസം, തിയറി ഓഫ് ലോയ്സ്, സോളിഡ് സൊല്യൂഷൻസ്, ഇക്വിലിബ്രിയം ഡയഗ്രംസ് എന്നീ ടോപ്പിക് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത ദിവസം ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സസ്, ഹാർഡനബിലിറ്റി ടെസ്റ്റ്, സർഫസ് ട്രീറ്റ്മെന്റ്സ്, കേസ് ഹാർഡനിങ് എന്നീ ടോപ്പിക് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത 2 ദിവസത്തിൽ നമ്മുടെ ടോപ്പിക്സ് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ്, composition and uses of various types of cast iron and steel, effect of various alloying elements, properties, composition and uses of copper, aluminium, titanium and its respective alloys. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത 2 ദിവസം പഠിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ ആകെ 7 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ സിലബസ് കവർ ചെയ്യുന്നത്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. ഓക്കെ, അപ്പോ അതിനുശേഷം നമ്മൾ അടുത്ത 2 ദിവസങ്ങളിൽ വീണ്ടും റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നില്ല, ആദ്യത്തെ മോഡ്യൂൾ തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല, കൃത്യമായിട്ട് അത് സ്ട്രാറ്റജിക് ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ, ഇനി അടുത്ത 11 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 5th മൊഡ്യൂളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ ദിവസം നമ്മൾ സ്റ്റീം എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. 2ാമത്തെ ദിവസം IC എഞ്ചിൻസ്, 3ാമത്തെ ദിവസം ഗ്യാസ് ടർബൈൻസ്, 4ാം ദിവസം കംപ്രസർ ആൻഡ് ബോയിലേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ഇനി അടുത്ത 1.5 ദിവസത്തിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്ത 2 ദിവസത്തിൽ നമ്മുടെ ടോപ്പിക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അടുത്ത 1.5 ദിവസത്തിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പവർ പ്ലാന്റ്സ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡേയ്സിന്റെ ഡിവിഷൻ വരിക. അപ്പോ ആകെ 9 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത 2 ദിവസത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യേണ്ടത് റിവിഷനും ടോപ്പിക് ടെസ്റ്റിനും വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ അറിയാം. സോ 11 ദിവസങ്ങൾ കൊണ്ട് 5ാമത്തെ മൊഡ്യൂളും കവറായി.
ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് പോവാണ്. ആറാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ് അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക് 1.5 ദിവസത്തിൽ നമ്മൾ പഠിക്കേണ്ടത് റിവിഷൻ ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക് അനാലിസിസ് ഓഫ് പ്ലാനാർ മെക്കാനിസം. അടുത്ത 1.5 ദിവസത്തിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബെൽറ്റ്, റോപ്പ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ് ആണ്. ഓക്കെ, അടുത്ത 2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലൈ വീൽസ്, ഗവേണേഴ്സ്, ഗൈറോസ്കോപ്പ്, ബാലൻസിംഗ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ് മാസസ്, മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്നിവയാണ് അടുത്ത 2 ദിവസത്തെ ടോപ്പിക്. ഓക്കെ, അടുത്ത 2 ദിവസത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിച്ചു തീരാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ആകെ 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു സിലബസിലെ 6ാമത്തെ മൊഡ്യൂൾ 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത 2 ദിവസങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും റിവിഷനും ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ദിവസങ്ങൾ നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. നമ്മൾ പൂർണ്ണമായിട്ടും അത് റിവിഷനും ടോപ്പിക് ടെസ്റ്റിനും നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് അതൊക്കെ റെക്ടിഫൈ ചെയ്യാനുമൊക്കെയാണ് ഈ ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ മൊഡ്യൂളാണ്. 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ടെക്നോളജിയാണ്. ഓക്കെ, പ്രൊഡക്ഷൻ ടെക്നോളജി അതില് ഫസ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അടുത്തത് മെഷീൻ ടൂൾസ് ആണ്. അടുത്തത് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ആൻഡ് മെഷീൻസ് ആണ്. അടുത്ത ടോപ്പിക് മെട്രോളജി ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. അടുത്തത് കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 5 സബ് ടോപ്പിക് ആണ് ഇതിലുള്ളത്. ഈ 5 സബ് ടോപ്പിക്കുകൾക്കും നമുക്ക് 2 ദിവസങ്ങൾ വീതം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ദിവസങ്ങൾ വീതം നമ്മൾ ഈ 5 സബ് ടോപ്പിക്സിനും കൊടുക്കുക. കാരണം നമുക്ക് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 14 മാർക്കാണ്. അപ്പോൾ ഇത്തരത്തില് 10 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു 7ാമത്തെ മൊഡ്യൂള് പഠിച്ചു തീർക്കേണ്ടത്. 7ാമത്തെ മൊഡ്യൂള് 10 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ട് അതിന് ശേഷമുള്ള 2 ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യേണ്ടത് റിവിഷനും ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുമായിട്ടാണ്. അങ്ങനെ 10+2 ആകെ 12 ദിവസങ്ങൾ കൊണ്ട് ആണ് നമ്മൾ ഈ 7ാമത്തെ മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ഒരു ഭാഗം മൊഡ്യൂൾ 8 ആണ്. മൊഡ്യൂൾ 8 എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആണ്. ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് നമുക്ക് 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം. ഫെസിലിറ്റീസ് പ്ലാനിംഗ് ആണ് അടുത്ത ഒരു ദിവസത്തെ ടോപ്പിക്. അടുത്ത ദിവസം വർക്ക് സ്റ്റഡി ആണ്. അടുത്ത ദിവസത്തെ ടോപ്പിക് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ആണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് നമ്മുടെ ടോപ്പിക്. അടുത്ത ദിവസം പേഴ്സണൽ മാനേജ്മെന്റ് ആണ് നമ്മുടെ ടോപ്പിക്. അടുത്ത ദിവസം ഓപ്പറേഷൻ റിസർച്ച് ആണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ അടുത്ത 2 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ ടോപ്പിക് കൃത്യം 9 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസങ്ങൾ റിവിഷനും ടോപ്പിക് ടെസ്റ്റിനും വേണ്ടിയിട്ടാണുള്ളത്. ഇത്തരത്തില് 11 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ 8ാമത്തെ മൊഡ്യൂള് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 11 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ അത് കവർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആകെ 8 മൊഡ്യൂൾസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ 8 മൊഡ്യൂൾസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 8 മൊഡ്യൂൾസും കവർ ചെയ്തത് കൊണ്ടായില്ല, നമ്മൾ സിലബസ് കവർ ചെയ്തത് കൊണ്ടായില്ല. അപ്പൊ നമ്മൾ സിലബസ് കവർ ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് പീരിയോഡിക് ആയിട്ട് റിവിഷനും എല്ലാം സമയം കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത 10 ദിവസങ്ങൾ പൂർണ്ണമായിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും റിവിഷനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് സിലബസ് കവർ ചെയ്യാനില്ല, നമുക്ക് പൂർണ്ണമായിട്ടും റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും വേണ്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റിനെ പറ്റി നമുക്ക് പഠിക്കാനും മറ്റും വളരെയധികം സഹായിക്കും. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റോട് കൂടിയ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ ഒരു ഒതന്റിക് ആയിട്ടുള്ള മോഡൽ ടെസ്റ്റ് സീരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഓക്കെ, അപ്പൊ ടൈം കൃത്യമായിരിക്കണം, അതുപോലെ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റ് സീരീസ് ആയിരിക്കണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ ആ മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനാണ് അടുത്ത 10 ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ദിവസം രാവിലെ 1, ഉച്ചയ്ക്ക് 1, ആ രീതിയിൽ പോവുകയാണെങ്കിലും നമുക്ക് 10 ദിവസം കൊണ്ട് 20ഓളം മോക്ക് ടെസ്റ്റുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പൂർണ്ണമാക്കുമ്പോൾ മോക്ക് ടെസ്റ്റിനോടൊപ്പം റിവിഷനും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എവിടെയൊക്കെയാണ് പ്രിപ്പറേഷൻ ഗ്യാപ്സ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ആ പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ചെയ്യാനും ഒരു ഫൈനൽ
റിവിഷനും മൈൻഡ് മാപ്പിങ്ങിനും ഒക്കെ ആയിട്ടാണ് അടുത്ത ഒരു 4 ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പൂർണ്ണമായിട്ടും നെക്സ്റ്റ് 4 ഡേയ്സ് നമ്മുടെ ഫൈനൽ ലാബ് റിവിഷൻ ആണ്. നമുക്ക് പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള തെറ്റുകളെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസാന സമയമാണിത്. അത്തരത്തില് കൃത്യം 90 ദിവസം കൊണ്ട് നമ്മൾ പൂർണ്ണമായും ഈ സിലബസ് കവർ ചെയ്യുന്നു, അതിന്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സമയം ഡിവൈഡ് ചെയ്തിട്ട് ഉള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കൂടിയാണ്. ഇനി അടുത്തത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സ്മാർട്ട് ആക്കാനായിട്ട് സാധിക്കുക. സ്മാർട്ട് എക്സാം പ്രിപ്പറേഷൻ ടിപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കാര്യം നമ്മളൊരു എക്സാം അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ സിലബസ് ആണ്. ഓക്കെ, അതിന്റെ സിലബസും വെരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒരുപാട് പഴയതെടുത്തിട്ടും കാര്യമില്ല. PYQs സ്റ്റാൻഡേർഡിലും ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs മനസ്സിലാക്കുക, ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക, ഏതൊക്കെ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക, സിലബസിലുള്ള ഓരോ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കാരണം സിലബസിൽ പല മൊഡ്യൂൾസ് ഉണ്ട്, പല ഭാഗങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചില മൊഡ്യൂൾസിൽ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കും, ചില മൊഡ്യൂൾസിൽ നമ്മൾ കുറച്ച് വീക്ക് ആയിരിക്കും. അത് നമുക്കേ അറിയാവുള്ളൂ. ഓക്കെ, അത് പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത്തരത്തിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കളക്ട് സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് പ്രിപ്പയർ സ്റ്റഡി പ്ലാൻ. കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, സ്റ്റഡി പ്ലാൻ അത് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വച്ചിട്ട് സിലബസിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. കവർ ദ സബ്ജക്ട് ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ഫോക്കസ് മോർ ഓൺ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് എത്രയും പെട്ടെന്ന് സബ്ജക്ട് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കവർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് പിന്നെ റിവിഷൻ നമ്മൾ ചെയ്താൽ മതിയല്ലോ. നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ടോപ്പിക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ്, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനാണ്. ഓക്കെ, അത് നമ്മൾ ടൈം ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ടൈം ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട്, ടൈമിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് നമുക്ക് സഹായിക്കുമെന്നുള്ളത് കൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അടുത്ത റിവൈസ് ദ ടോപ്പിക് പീരിയോഡിക്കലി ആൻഡ് പ്രിപ്പയർ സ്മാർട്ട് നോട്ട്സ്. പീരിയോഡിക് ആയിട്ട് റിവൈസ് ചെയ്യുക, സ്മാർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതാണ്. അടുത്തത് അറ്റൻഡ് ക്വാളിറ്റി മോഡൽ ടെസ്റ്റ് ആൻഡ് ഐഡന്റിഫൈ യുവർ മിസ്റ്റേക്ക്. മോക്ക് ടെസ്റ്റുകൾ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. അടുത്തത് റെക്ടിഫൈ യുവർ മിസ്റ്റേക്സ് ആൻഡ് കംപ്ലീറ്റ് സ്മാർട്ട് നോട്ട്സ് ആൻഡ് ഫൈനൽ ലാബ് റിവിഷൻ ബിഫോർ എക്സാം യൂസിംഗ് സ്മാർട്ട് നോട്ട്സ്. ഇത്തരത്തിൽ സ്മാർട്ട് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഫൈനൽ ലാബ് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, ഇറിഗേഷൻ ആൻഡ് പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് ഒരു കോംബോ കോഴ്സ്, ഈ ഒരു 3 എക്സാമിനും കൂടെ ആയിട്ടുള്ള ഒരു കോംബോ കോഴ്സ് ടെക് PSC ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ഈ കോഴ്സുകൾ നയിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതോടൊപ്പം ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ്, നിങ്ങൾക്ക് സ്മാർട്ട് നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് വരെയും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എഴുതാനുള്ള അവസരങ്ങൾ, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകളാണ്. അതുപോലെ എക്സാം തീയതി വരെയും കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും, അത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കും സ്ക്രീനിന്റെ താഴെയുള്ള നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.